2003 ഏപ്രിൽ 9 ബഗ്ദാദിലെ ഫിർദൌസ് ചത്വരം ഒരു വലിയ മാധ്യമപ്പട അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും സൈനികർ ചത്വരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. US ടാങ്കുകൾ ചത്വരത്തിനരികിൽ റോന്തു ചുറ്റുന്നു. ഒരു ചെറിയ സംഘം ഇറാഖികൾ കൂടി അവിടേക്ക് വന്നു. പ്രസ് ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും അടങ്ങുന്ന മാധ്യമപ്രവർത്തകരും US മറീനുകൾ അടക്കമുള്ള പട്ടാളക്കാരും കുറച്ച് ഇറാഖികളും ചത്വരത്തിൻ്റെ ഒരു ഭാഗത്ത് തിങ്ങിക്കൂടി. അവിടെ ഇറാഖി പ്രസിഡൻ്റായ സദ്ദാം ഹുസൈൻ്റെ വലിയ വെങ്കല പ്രതിമ വലിച്ചു താഴെയിടാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ജനങ്ങൾ ചെരുപ്പുകളും കല്ലുകളും പ്രതിമയ്ക്ക് നേരെ എറിയുന്നുണ്ട്. US മറീൻസിൻ്റെ ഒരു കൂറ്റൻ ടാങ്കിൽ വടം കെട്ടി പ്രതിമയിൽ ബന്ധിച്ചു. ചങ്ങലകൾ വലിച്ചു മുറുക്കി. അതിനിടെ ഒരു അമേരിക്കൻ സൈനികൻ പ്രതിമയിൽ കയറി അമേരിക്കൻ പതാക കൊണ്ട് സദ്ദാമിൻ്റെ മുഖം മറച്ചു. അതൊരു അമേരിക്കൻ സ്റ്റേജ്ഡ് തിയേറ്റർ ആണെന്ന് വ്യക്തമാക്കുന്ന കൈപ്പടയായിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം വൈകാതെ അമേരിക്കൻ പതാക അഴിച്ചു മാറ്റി ഇറാഖി പതാക പ്രതിമയ്ക്ക് മുകളിൽ കെട്ടി. വടം കെട്ടിയ ടാങ്ക് മുന്നോട്ട് നീങ്ങി. ഇറാഖിൻ്റെ തലസ്ഥാനത്ത് അധികാരത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും അപ്പോഴും മേധാവിത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും ഉരുക്കുമുഷ്ടികളുടെയും അടയാളമായി കാലങ്ങളായി നിലനിന്ന ആ പ്രതിമ പതുക്കെ മുന്നോട്ടു ചെരിഞ്ഞു. കാൽമുട്ടിന് മുകളിലായി ആ പ്രതിമ രണ്ടായി പിളരുകയും തലകുത്തി അത് നിലം പതിക്കുകയും ചെയ്തു. ആളുകൾ പ്രതിമയുടെ തലക്ക് മുകളിലേക്ക് ചാടിക്കയറി. ചിലർ ആഞ്ഞു ചവിട്ടി, മറ്റു ചിലർ ചെരുപ്പൂരി പ്രതിമയിൽ തല്ലാൻ തുടങ്ങി. ലോകം മുഴുവൻ ഈ കാഴ്ചകൾ കണ്ടു. തിങ്ങി നിറഞ്ഞ ഫിർദൌസ് ചത്വരത്തിൽ ഇറാഖി ജനത സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു എന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങളുടെ ആവേശം. അവിടെ തടിച്ചുകൂടിയെന്ന് പറയപ്പെടുന്ന ഇറാഖികളോളം തന്നെ വിദേശികളായ മാധ്യമപ്രവർത്തകരും സൈനികരും അവിടെ ഉണ്ടായിരുന്നു. ഫിർദൌസ് ചത്വരം തിങ്ങി നിറഞ്ഞിരുന്നുമില്ല. എല്ലാത്തിലുമുപരി അതൊരു സ്വാതന്ത്ര്യവുമായിരുന്നില്ല. ബഗ്ദാദിൻ്റെ കീഴടങ്ങലും സദ്ദാമിൻ്റെ പ്രതിമ തകർത്തതും മധ്യപൂർവേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമാധാന വാഴ്ചയുടെ തുടക്കമാണെന്ന് അമേരിക്ക വാദിച്ചു. ഇറാഖികളുടെ സ്വാതന്ത്ര്യ പുലരി ഇതാണെന്നവർ അവകാശപ്പെട്ടു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിൽ നിന്നുകൊണ്ട് ജോർജ് ബുഷ് ലോകത്തോട് പറഞ്ഞു, എ മിഷൻ അക്കംപ്ലിഷ്ഡ്. സത്യം പറഞ്ഞാൽ ഇറാഖിൻ്റെ മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ഘടനയും തകർത്ത് അശാന്തിയുടെ രാപ്പകലുകൾ സൃഷ്ടിക്കുകയാണ് അന്ന് അമേരിക്ക ചെയ്തത്. ഏകാധിപതിയുടെ പ്രതിമ തകർത്തു എന്ന് മാധ്യമ വ്യവഹാരങ്ങൾക്കിടയിൽ അമേരിക്കയുടെ അധിനിവേശവും രാജ്യാന്തര നിയമലംഘനങ്ങളും മറക്കപ്പെട്ടു. ഇറാഖിന് മേൽ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തിയ അധിനിവേശമാകട്ടെ നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്തതുമായിരുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്ററിനും പെൻറ്റഗണിനും നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ ഇറാഖിൻ്റെ കരങ്ങളാണെന്ന് ബുഷ് ഭരണകൂടം ആരോപിക്കാൻ ആരംഭിച്ചു. എത്രയും പെട്ടെന്ന് ഇറാഖിന് നേരെ സൈനിക നടപടി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സത്യം പറഞ്ഞാൽ 9/11 മുന്നേ തന്നെ ഇറാഖിനു മേൽ അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. സദ്ദാമിൻ്റെ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്ന് അമേരിക്കയുടെ കച്ചവട കണ്ണുകൾ ഇറാഖിനുമേൽ പതിഞ്ഞു. ജോർജ് ബുഷിൻ്റെ അച്ഛൻ HW ബുഷ് പ്രസിഡൻ്റായിരുന്ന കാലത്തും 1990 ഇറാഖിനെതിരെ ഒരു സൈനിക നടപടിയുടെ അനിവാര്യതയെപ്പറ്റി ആലോചനകളുണ്ടായിരുന്നു. ഇറാഖിന് ഉദാരമായ ഒരു ജനാധിപത്യം സമ്മാനിക്കാമെന്നായിരുന്നു മൂപ്പരുടെ വാദം. അന്നത് നടന്നില്ല. എന്നാൽ ഇറാഖിൽ സദ്ദാമിൻ്റെ കൈവശം അതിമാരകമായ ആയുധങ്ങളുണ്ടെന്നും ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഐക്യരാഷ്ട്രസഭയിൽ 16 പ്രമേയങ്ങളാണ് ഇത് സംബന്ധിച്ചുണ്ടായത്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സമ്പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നായിരുന്നു ആ പ്രമേയങ്ങളുടെ എല്ലാം ഉള്ളടക്കം. 1998 ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പരിശോധന സംഘം ഇറാഖിലെത്തി. ഇപ്പറഞ്ഞ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഈ ശ്രമമുണ്ടായത്. എന്നാൽ ഇറാഖി ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തതുമില്ല. പലപ്പോഴും പരിഹാസമായിരുന്നു ഇറാഖി ഉദ്യോഗസ്ഥരുടെ ഭാവം തന്നെ. മാത്രവുമല്ല, ഈ അന്വേഷണ സംഘം ഇറാഖിൽ ചാരപ്രവർത്തനം നടത്തുകയാണെന്നും ഇറാഖ് പ്രത്യാരോപണം ഉന്നയിക്കുകയും പിന്നീട് ഇത് ശരിവെക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അമേരിക്ക ഏകദേശം $93 മില്യൺ ഇറാഖിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകാൻ ആരംഭിച്ചു. ഇറാഖിൽ സദ്ദാം വിരുദ്ധ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതേ സമയം UK ചേർന്ന് അമേരിക്ക ഇറാഖിൽ ബോംബാക്രമണവും നടത്തി. ബിൽ ക്ലിൻ്റൺ ആയിരുന്നു അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ്. ഇതേ ക്ലിൻ്റൺ പിന്നീട് 2003 ഇറാഖി അധിനിവേശത്തെ ശക്തമായി എതിർത്തു. ദീർഘമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുന്ന തെറ്റായ തീരുമാനമാകും ഇറാഖ് അധിനിവേശമെന്ന് ക്ലിൻ്റൺ മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടേത് എത്ര പ്രിസീഷനുള്ള ബോംബുകളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അനവധി നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടേക്കും എന്ന് ക്ലിൻ്റൺ കൂട്ടിച്ചേർത്തു. വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തോടെ ഇറാഖിനെതിരെ ആവശ്യമായ തെളിവുകൾ ഉണ്ടാക്കാൻ ബുഷ് ഭരണകൂടം തീരുമാനിക്കുകയാണ്.
ഒന്ന്, ഇറാഖിൻ്റെ കൈവശം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കണം. 2, 9/11 പിന്നിലും ഇറാഖാണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഡിക് ചെനി അടക്കമുള്ള യുദ്ധവെറിയന്മാർ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ CIA അടക്കമുള്ള സന്നാഹങ്ങൾക്ക് ഇത് രണ്ടും തെളിയിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ CIA ഒരു വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും വ്യാജ സാക്ഷ്യം സൃഷ്ടിക്കുകയും ചെയ്തു. റാഫിദ് അഹമ്മദ് അൽവാൻ അൽ ജനാബി എന്ന ജർമ്മനിയിലുള്ള ഇറാഖി കുടിയേറ്റക്കാരൻ്റെ മൊഴിയിലൂടെ ഈ സാക്ഷ്യം ഉയർത്തപ്പെടുകയാണ്. പിന്നീട് ഇതൊരു വ്യാജമൊഴിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കൻ കോൺഗ്രസിൽ ഇറാഖി റെസൊല്യൂഷൻ പാസ്സാക്കപ്പെടുന്നത് 2002 ഒക്ടോബറിലായിരുന്നു. 2003 മാർച്ചിൽ അധിനിവേശവും ആരംഭിച്ചു. ഇതേ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും യുദ്ധത്തിന് അനുമതി തേടിയുള്ള പ്രമേയം പാസ്സാക്കിയെടുത്തു. അതിനു മുമ്പ് ഇറാഖിൽ സൈനിക നടപടി ആവശ്യമാണെന്ന് കാട്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അത് ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും റഷ്യയുടെയും എതിർപ്പുകളെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി അമേരിക്കയും ഷിങ്കിടികളും ഇറാഖ് അധിനിവേശം നടത്തുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നാൻ യുദ്ധത്തെ നിശിതമായി വിമർശിച്ചു. നെൽസൺ മണ്ടേല പറഞ്ഞത് അമേരിക്കയുടെ കണ്ണ് ഇറാഖിൻ്റെ എണ്ണ സമ്പത്തിലാണ് എന്നായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കാര്യദർശി ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണോ ഐക്യരാഷ്ട്രസഭയെ അനുസരിക്കാത്തത് എന്നും മണ്ടേല ചോദ്യമുയർത്തി. അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ബുഷിനോട് നേരിട്ട് തന്നെ യുദ്ധത്തിനെതിരെ നിലപാട് പറഞ്ഞു. ഒരാളെ ആയാലും ഒരു ദശലക്ഷം ജനങ്ങളെ ആയാലും ആക്രമിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. ലോകമെമ്പാടും വലിയ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ടായി. എന്നിട്ടും അമേരിക്കയും ബ്രിട്ടനും ഒപ്പം ആസ്ട്രേലിയ, പോളണ്ട് എന്നീ രാജ്യങ്ങളും ഇറാഖിനെ ആക്രമിച്ചു. 2003 മാർച്ച് 20 പുലർച്ചെയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ തുടക്കം. അതിനു മുൻപേ ഇറാഖിലെത്തിയ CIA ചാരന്മാർ കുർദ് വിമതർക്ക് ആയുധവും അർത്ഥവും നൽകി സായുധ പോരാട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. ഏകദേശം 40 രാജ്യങ്ങൾ ഈ അധിനിവേശത്തിന് സഹായം നൽകി. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന അമേരിക്കയും ഓപ്പറേഷൻ ഫാൽക്കൺ എന്ന ഓസ്ട്രേലിയയും ഈ അധിനിവേശത്തെ വിളിച്ചു. ഷോക്ക് ആൻഡ് ഓവ് എന്നറിയപ്പെടുന്ന യുദ്ധമുറയാണ് അധിനിവേശക്കാർ ഉപയോഗിച്ചത്. പരമാവധി ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണം തുടക്കം മുതലേ. കരയിലും കടലിലും ആകാശത്തും ശത്രുക്കൾ. കുവൈറ്റിൽ നിന്നും കരസേനാ മുന്നേറ്റം, കനത്ത ബോംബാക്രമണം. ഇറാഖ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ബഗ്ദാദും മസ്യൂളും ഒടുവിൽ തിക്രിത്തും വീണു. ഇറാഖ് എന്ന രാജ്യം തന്നെ വീണു. സദ്ദാമിനെ അതേ വർഷം ഡിസംബറിൽ പിടികൂടി. അതിനു മുമ്പേ സദ്ദാമിൻ്റെ മക്കളായ ഉദയിനെയും ഹുസൈനെയും ഒരു കൊച്ചുമകനെയും അധിനിവേശക്കാർ കൊന്നുകളഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സംസ്കാരങ്ങളിലൊന്നായ മെസൊപ്പൊട്ടോമിയ നാഗരികതയുടേതടക്കം അമൂല്യമായ ഒട്ടേറെ പുരാവസ്തുക്കളും ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു. 2020 ഏകദേശം 17,000 പുരാവസ്തുക്കൾ അമേരിക്കയിൽ നിന്നും വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും തിരികെ എത്തിച്ചു. എന്നാൽ ഇതിൻ്റെ ഇരട്ടിയെങ്കിലും പുരാവസ്തുക്കൾ ഇപ്പോഴും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പിടികൂടിയ സദ്ദാമിനെ താൽക്കാലിക ഭരണ സംവിധാനത്തിന് കീഴിൽ ബഗ്ദാദിൽ വിചാരണ ചെയ്തു. ഈ വിചാരണ സംവിധാനം തന്നെ അധിനിവേശ താൽപ്പര്യമാണെന്നും കോടതി വ്യവഹാരങ്ങൾ അംഗീകരിക്കില്ലെന്നും സദ്ദാം പറഞ്ഞു. സദ്ദാമിനെ പിടികൂടുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഇറാഖി സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. 1980കളിലെ ഇറാഖ് യുദ്ധത്തിനിടെ സദ്ദാമിനെതിരെ ഉണ്ടായ വധശ്രമത്തിൽ പ്രകോപിതരായി സദ്ദാം ഭരണകൂടം നടത്തിയ ബുജൈൽ കൂട്ടക്കൊല, കുർദ് വേട്ട തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമായും വിചാരണ നടന്നത്. 2006 ഡിസംബർ 31 സദ്ദാമിനെ തൂക്കിലേറ്റി. അതൊരു ബലിപെരുന്നാൾ ദിവസം കൂടിയായിരുന്നു. അന്നേ ദിവസം തന്നെ സദ്ദാമിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ച അമേരിക്കയുടെ നിലപാട് കടുത്ത വിമർശനങ്ങൾ വിളിച്ചു വരുത്തി. തൂക്കിലേറ്റപ്പെടുമ്പോൾ തൻ്റെ തല മൂടേണ്ടതില്ലെന്ന് സദ്ദാം പറഞ്ഞു. താൻ നിങ്ങളെ ഒട്ടും ഭയക്കുന്നില്ലെന്ന് ലോകം അറിയട്ടെ എന്നായിരുന്നു സദ്ദാമിൻ്റെ പക്ഷം. സദ്ദാമിനെ തൂക്കിലേറ്റിയതോടെ ഇറാഖ് പൂർണ്ണമായും അനാഥമായി. ഒരറ്റത്ത് നിന്ന് ആഭ്യന്തര കലഹങ്ങൾ ആരംഭിച്ചു. സുന്നി ഷിയ സംഘർഷം ഉച്ചസ്ഥായിയിലെത്തി. ഫലൂജയിലും മൻബറിലും സുന്നി സായുധ പോരാളികൾ ഷിയ സ്വാധീനമുറച്ച ഇറാഖി സർക്കാരിനെതിരെ പോര് തുടങ്ങി. ഷിയ മിലിറ്റൻറ്റുകളാകട്ടെ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലും കുർദുകൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലും പിടിമുറുക്കാൻ തുടങ്ങി. മുഖ്തദ അൽ സദറിൻ്റെ നേതൃത്വത്തിൽ ഷിയ മിലീഷ്യകൾ സുന്നികൾക്കെതിരെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവൻതെ എന്ന പേരിൽ മറുപക്ഷവും നേർക്കുനേർ വന്നു. 2011 അമേരിക്കയുടെ സൈനിക പിന്മാറ്റത്തോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ കൂടുതൽ ശക്തമായി. പൗരാണികമായ പല കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ലോകത്തിന് എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ ISIS എന്ന ദുരന്തമായിരുന്നു എന്ന് തത്വത്തിൽ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ 2003 സുന്നി ഷിയ കുർദ് പ്രാതിനിധ്യം ഉറപ്പാക്കാനെന്നോണം ഉണ്ടാക്കിയ മുഹാസസ സർക്കാർ സംവിധാനം പ്രായോഗിക തലത്തിൽ സൃഷ്ടിച്ചത് കൂടുതൽ ആഴത്തിലുള്ള വിഘടനവാദമായിരുന്നു.
2005 തെരഞ്ഞെടുപ്പിൽ ഷിയാ വിഭാഗത്തിൽ നിന്നുള്ള നൂരി അൽ മാലിക്കി പ്രധാനമന്ത്രിയായ സർക്കാരുണ്ടായി. സ്പീക്കർ സുന്നിയും പ്രസിഡന്റ് കുർദുമായിരുന്നു. അതുകൊണ്ടൊന്നും വിഭാഗീയതയ്ക്ക് ശമനമുണ്ടായില്ലെന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയാണ് സത്യത്തിലുണ്ടായത്. 2019 വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറാഖ് സാക്ഷിയായി. സദ്ദാമിൻ്റെ കാലശേഷം 6 തെരഞ്ഞെടുപ്പുകൾ ഇറാഖിൽ നടന്നു. ആസൂത്രിതമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പലയിടങ്ങളിലുമുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും കൂടുതൽ അസംതൃപ്തരായിത്തീരുന്നവരാണ് ഇറാഖി ജനത. ഇബ്രാഹിം ഉൽ ജഫാരിയും നൂരി അൽ മാലിക്കിയും മുഹമ്മദ് ഷിയ അൽ സുദാനിയും മുഖ്തദ അൽ സദറുമടക്കം സദ്ദാമാനന്തര ഇറാഖ് രാഷ്ട്രീയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കും ഇറാഖിനെ തിരിച്ചതിൻ്റെ പ്രതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കെട്ടുറപ്പുള്ളൊരു ഭരണമോ സുസ്ഥിരമായ സമ്പദ്ഘടനയോ സ്ഥിരതയുള്ള ഭരണക്രമമോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എണ്ണ സമ്പദ്ഘടനകളിൽ ഒന്നിനെ കൊള്ളയടിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ യുദ്ധം. ഏറ്റവും വലിയ 5ാമത്തെ ഓയിൽ റിസർവായിരുന്നു ഇറാഖ്. പൊതുജനങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങളും അനുഭവിച്ചു പോന്നിരുന്നു. സബ്സിഡിയുള്ള ഭക്ഷ്യവിതരണം, സൗജന്യമായ വിദ്യാഭ്യാസം, കാര്യക്ഷമമായ ആരോഗ്യ പരിചരണ രംഗം, നാണയവിനിമയ നിരക്കാകട്ടെ സ്ഥിരതയുള്ളതും ശക്തവുമായതായിരുന്നു. പക്ഷേ അമേരിക്കയെല്ലാം തകർത്തു. സാമൂഹിക ക്ഷേമവുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. രേഖകളും വിവരങ്ങളും നഷ്ടപ്പെട്ടു. ജനജീവിതം അന്നു മുതൽ ദുസ്സഹമായി. സമ്പന്നമായ എണ്ണപ്പാടങ്ങൾ വൈദേശിക ശക്തികളുടെ നിയന്ത്രണത്തിലുമായി. തൊഴിലില്ലായ്മ പല പ്രവിശ്യകളിലും 50%-ത്തിലുമധികമാണ്. പെട്ടെന്ന് ജോലിയിൽ നിന്നിറക്കി വിട്ട 4 ലക്ഷം ഇറാഖി സൈനികർ വലിയ പ്രതിസന്ധിയിലായി. പലരും ഉപജീവനത്തിനു വേണ്ടി ISIS അടക്കമുള്ള സായുധ സംഘങ്ങൾക്കൊപ്പം ചേരുന്ന സാഹചര്യം കണ്ടു. നേരാവണ്ണമുള്ള റോഡ് ഗതാഗതങ്ങളില്ല, അനിവാര്യ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രികളില്ല, കൃത്യമായി നടക്കുന്ന സ്കൂൾ സംവിധാനമില്ല, കുടിവെള്ളമോ വൈദ്യുതിയോ ആവശ്യത്തിനില്ല. ഇറാഖി ജനസംഖ്യയുടെ ഏതാണ്ട് 60% വരുന്ന യുവാക്കൾക്ക് മുന്നിൽ ശോഭനമായ ഒരു ഭാവിയുമില്ല എന്നതാണ് വസ്തുത. സത്യം പറഞ്ഞാൽ കനകം വിളഞ്ഞൊരു നാടിപ്പോൾ മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യവും പുനരധിവാസവും ഉദാര കമ്പോളങ്ങളും വിദേശ നിക്ഷേപവും അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ജനാധിപത്യമില്ല, രാഷ്ട്രീയ സ്ഥിരതയില്ല, അടിമുടി അഴിമതിയാണ്, വൈദേശിക ഇടപെടലുകൾ വർദ്ധിക്കുന്നു എന്ന് തുടങ്ങി എല്ലാം പാശ്ചാത്യ വാഗ്ദാനങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് ഇറാഖിലുള്ളത്. ഈ കുത്തക മുതലാളി രാജ്യങ്ങളുടെ കണ്ണുപതിഞ്ഞാൽ പിന്നെ ആഗോള ഭീകരതയുടെ ചാപ്പയും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടും. അധിനിവേശത്തിനും വംശഹത്യക്കുമുള്ള കൺസെൻറ്റ് നിർമ്മിക്കപ്പെടും. ഒടുക്കം അവിടം ഒരു നരകമാവും. അന്നേരം മറ്റൊരു രാജ്യത്തിനുമേൽ കണ്ണുവെച്ച് ഇരപിടിയൻ രാജ്യങ്ങൾ സന്നാഹങ്ങൾ ഒരുക്കി പോയിട്ടുമുണ്ടാകും. ഇതാണ് യുദ്ധാനന്തര ഇറാഖിൻ്റെ നേർക്കാഴ്ച.